പരിശുദ്ധമായ റമദാനിൽ കരസ്ഥമാക്കിയ എല്ലാ ഭക്തിയും ചൈതന്യങ്ങളും തുടർന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ആദരണീയരായ ചെറിയ മുസ്താദിനെ പോലെയുള്ള ധാരാളം ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം നൽകട്ടെ. അസുഖങ്ങൾക്ക് ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഈദുൽ ഫിത്തറിൻ്റെ ആദരവായ പവിത്രമായ ഒരു പുലരിയിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തക്ബീറിൻ്റെ ദിനമാണ്, ഇത് ഭക്തിയുടെ ദിനമാണ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഐക്യത്തിൻ്റെ സന്ദേശം വിളിച്ചോതേണ്ട ദിവസമാണ്. പരിശുദ്ധ ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരുമയുടെ, ഏകതയുടെ, മാനവികതയുടെ സന്ദേശങ്ങളെ കൈമാറേണ്ട ദിവസമാണ്. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ വിശിഷ്ടമാക്കപ്പെട്ട ഖുർആൻ അവതരിക്കപ്പെട്ട വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയതിൽ പിന്നെ വഴികളിലൂടെ പള്ളിയിലേക്ക് കടന്നു വരുന്ന മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞ് നിങ്ങൾ മഗ്ഫിറത്ത് വാങ്ങാൻ പള്ളിയിലേക്ക് പോകൂ, അല്ലാഹുവിലേക്ക് ചൊല്ലൂ എന്ന് ഈ പ്രഭാതത്തിൽ പള്ളിയിൽ വരുന്ന ആളുകളോട് മലക്കുകൾ പറയുമെന്നാണ് ഇന്നത്തെ ഖുതുബയിൽ ഓതിയത്. അങ്ങനെ മലക്കുകൾ നമ്മളെ ക്ഷണിച്ചു വരുത്തി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ചോദിക്കാൻ നമ്മളോടുകൂടെ നമുക്ക് വേണ്ടി പടച്ചറബിനോട് മഗ്ഫിറത്ത് ചോദിച്ചവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അള്ളാഹു ആ ദുആനെ സ്വീകരിക്കട്ടെ, അവൻ്റെ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാൻ വിട പറഞ്ഞ് ഒരുപാട് ഭക്തിയുടെയും ആത്മീയതയുടെയും ചൈതന്യങ്ങളെ സ്വീകരിച്ചവരാണ് നമ്മൾ. ആ ചൈതന്യങ്ങളെ ജീവിതത്തിലുടനീളം അടുത്ത ഒരു വർഷത്തേക്ക് കൃത്യമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധ്യമാകണം. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. ആ ചൈതന്യത്തിൻ്റെ തഖ്വയുടെ ശീലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൊണ്ടു നടക്കാൻ കഴിയണം. ഇന്നലെ വരെ നമുക്ക് ജമാഅത്തുകൾ പങ്കെടുക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു. ബാങ്ക് വിളി കേട്ടാൽ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് നമുക്കൊരു അസ്വസ്ഥതയായിരുന്നു. മഗ്രിബിന് ശേഷം നോമ്പ് തുറന്നാൽ പിന്നെ പള്ളിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളായിരുന്നു. നമ്മുടെ കയ്യിൽ അല്പമെങ്കിലും പണമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇന്ന് എന്തെങ്കിലും സ്വതക്ക ചെയ്യണമല്ലോ എന്ന കൊതിയായിരുന്നു. നമ്മിലേക്ക് കൈനീട്ടി വരുന്ന ആളുകൾക്ക് ദാനം നൽകാൻ നമുക്ക് വല്ലാത്ത ആവേശമായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവരെ, കുടുംബക്കാരെ, ബന്ധപ്പെട്ടവരെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ഭക്ഷണങ്ങൾ, വിഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് ആവേശമായിരുന്നു. ആരെങ്കിലും നമ്മളോട് കലഹിക്കാൻ വരുമ്പോൾ ഞാൻ നോമ്പുകാരനാണെന്ന ഉൾവിളി നമ്മുടെ കൽബിലുണ്ടായിരുന്നു. ആ ഉൾവിളികളെ വീണ്ടെടുക്കേണ്ട ദിവസമാണിന്ന്. ആ ഉൾവിളികളെ സ്വായത്തമാക്കേണ്ട ദിവസമാണിന്ന്. നമ്മൾ ഇന്ന് പുത്തനുടുപ്പ് ധരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പുതിയ വസ്ത്രം ധരിച്ചവരാണ്. ഈ പുതിയ വസ്ത്രം ശരീരത്തിന് ധരിപ്പിച്ച പോലെ വിശുദ്ധ റമദാൻ കഴിഞ്ഞ ഈ പൊൻപുലരിയിൽ, ഈദുൽ ഫിത്തറിന്റെ പുലരിയിൽ എൻ്റെ ഹൃദയത്തിന് ഞാൻ ഒരു വിശുദ്ധിയുടെ വസ്ത്രം അണിയണം. വിശുദ്ധിയുടെ വസ്ത്രം ഞാൻ എൻ്റെ ഹൃദയത്തിന് കൊടുക്കണം. റമദാൻ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു പുതിയ മനുഷ്യ കുഞ്ഞിനെ പോലെ, ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ വിശുദ്ധനായി തീരാൻ ഒരു മുഅ്മിനിനെ കൊണ്ട് കഴിയുമെന്നാണ്. അങ്ങനെ വിശുദ്ധരായി തീർന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഇനി തഖ്വയുടെ മേലങ്കി അണിയണം. എൻ്റെ ശരീരത്തിന് വിഭവങ്ങൾ നൽകിയതുപോലെ, എൻ്റെ ശരീരത്തിന് ഞാൻ ഉടുപ്പ് നൽകിയതുപോലെ എൻ്റെ ഹൃദയത്തിനും ഉടുപ്പ് നൽകണം. ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ മനോഹരമായ വിഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ശരീരത്തിന് വേണ്ട വിഭവങ്ങളുണ്ട്. വിശുദ്ധമായ പെരുന്നാളിൻ്റെ പുലരിയിൽ ശരീരത്തിൻ്റെ വിഭവങ്ങൾക്ക് പോലെ ആത്മാവിന് മധുരമുള്ള വിഭവങ്ങൾ കൊടുക്കാൻ കഴിയണം. ആത്മാവിന് മധുരമുള്ള വിഭവങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളെല്ലാവരും വിശുദ്ധ റമദാനിൽ നമ്മൾ തക്ബീറുകൾ, ഇന്നലെ മഗ്രിബ് മുതൽ തക്ബീറുകൾ ചൊല്ലിയവരാണ്. നാവ് കൊണ്ട് ചൊല്ലിയ തക്ബീറുകൾ ഇനി മുതൽ ഹൃദയം കൊണ്ട് ചൊല്ലണം. ഹൃദയം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയണം. പ്രതിസന്ധികളിൽ, ഒറ്റപ്പെടലുകളിൽ, ബുദ്ധിമുട്ടുകളിൽ, നെരിപ്പോടുകളിൽ, വേദനകളിൽ അല്ലാഹു അക്ബർ നമുക്ക് സമാശ്വാസമാകണം. വിശുദ്ധമായ റമദാൻ വിട പറഞ്ഞ് നമ്മൾ ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു പ്രഖ്യാപനമാണ്. എൻ്റെ അടുത്ത ഒരു വർഷത്തേക്കുള്ള ജീവിതം അല്ലാഹുവേ എൻ്റെ മാർഗത്തിലാണെന്ന പ്രഖ്യാപനമാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ ദിനത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ഇന്നലെ വരെ ചോദിച്ചതിനെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ. നമ്മൾ ഇന്നും പരസ്പരം കണ്ടുമുട്ടിയാൽ പറയുന്നത് ഈ ദിവസത്തിൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നാണ്. ഈ ഖബൂലിയത്താണ് നമുക്ക് ചോദിക്കാൻ
ചോദിക്കാനുള്ളത്. ഇന്ന് കാണുന്നവരോട് മുഴുവനും ചോദിക്കേണ്ടത് ഖബൂലിയത്തിനെ കുറിച്ചാണ്. ആശംസകളുടെ വാചകത്തിൽ പുണ്യകരമായി സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട വാചകം തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നതാണ്. കാരണം മറ്റുള്ള ആശംസ വാചകങ്ങളിലൊക്കെ ആശംസകൾ മാത്രമാണുള്ളത്. എന്നാൽ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന വാചകത്തിൽ ആശംസകൾക്കൊപ്പം ആത്മവിചാരണ കൂടിയുണ്ട്, ആത്മവിചിന്തനം കൂടിയുണ്ട്. പെരുന്നാളിന്റെ ആശംസകൾക്കപ്പുറത്ത് എന്നെ സ്വീകരിക്കണമല്ലോ റബ്ബേ എന്ന ആത്മവിചാരണ കൂടിയുണ്ട്. ആ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന തഹിയ്യത്താണ് ഇന്നത്തെ ദിവസം നമ്മൾ കൈമാറേണ്ടത്. അള്ളാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വിശുദ്ധ റമദാൻ വിട പറഞ്ഞു കഴിയുമ്പോൾ രണ്ട് തരം ആളുകൾ ഉണ്ടാകും. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഒരു വിഭാഗം ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാവരുടെ വിഭവങ്ങളും എല്ലാവർക്കുമുള്ള പ്രതിഫലങ്ങളും വിതരണം ചെയ്യപ്പെടുന്ന ദിവസമുണ്ട്. രണ്ട് തരം ആളുകളാണ് ഉണ്ടായത്. ഒന്ന്, അള്ളാഹുവിന്റെ അജ്റിൽ പ്രതീക്ഷ വെച്ച ആളുകൾ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ച ആളുകൾ. ആ പ്രതീക്ഷ വെച്ച ആളുകൾക്ക് അള്ളാഹു അവരെ നിരാശരാക്കില്ല. എന്നാൽ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ആളുകളും ഉണ്ടാകും, ഇസ്തിക്ബാർ നടത്തിയ ആളുകൾ ഉണ്ടാകും, അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ റമദാന്റെ പവിത്രതകളെ ഓർക്കാൻ കഴിയാതെ വന്നവരുണ്ടാകും. വിശുദ്ധമായ ഈദുൽ ഫിത്റിനെ കേവലം ഒരു ആഘോഷങ്ങളുടെയും ആഭാസങ്ങളുടെയും ദിനമായി കണ്ടവരുണ്ടാകും. ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തഫ്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്ന. ഒരു ഭൂമിയിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ, ആ വിഭാഗത്തിൽ പെടാതിരിക്കലാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കരുത്, അള്ളാഹുവിനോട് ധിക്കാരത്തിന്റെ ഭാഷയുണ്ടാകരുത്. ഭൂമിയിൽ ഞാൻ ഇസ്തിക്ബാർ നടിക്കരുത്, അഹന്ത നടിക്കരുത്, എനിക്ക് അഹങ്കാരത്തിന്റെ ഭാഷയുണ്ടാകരുത്. അങ്ങനെയുണ്ടായാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലാ തുഫ്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഒരു സൂചിയുടെ ഹോളിലൂടെ ഒരു ഒട്ടകം പുറത്ത് കടന്നാൽ പോലും ഇക്കൂട്ടർ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്നാണ്. ഇസ്തിക്ബാർ പാടില്ല. അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, മേനി നടിക്കലിന്റെ ഭാഷ അള്ളാഹുവിന് ഒട്ടുമേ ഇഷ്ടമല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ഏതു വിധേയപ്പെടാനും ഏതു തരത്തിലുള്ള വിധേയത്വത്തിനും നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസത്തിൽ സ്നേഹങ്ങൾ കൈമാറേണ്ട ദിവസമാണ്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പടച്ച റബ്ബിനെ മുൻനിർത്തിയിട്ട് സ്നേഹങ്ങൾ കൈമാറണം. കുടുംബ ബന്ധങ്ങളെ ചേർക്കണം. ഇത് വിഭാഗീയതയുടെയോ വെറുപ്പിന്റെയോ കലഹത്തിന്റെയോ വിട്ടുപിരിയലിന്റെയോ ദിവസമല്ല, സ്നേഹം പങ്കുവെക്കലിന്റെ ദിവസമാണ്. കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ബന്ധങ്ങളിലും ഈ ദിവസം ഒരാൾ പോലും പട്ടിണി കിടക്കരുത്, ഒരാൾ പോലും പട്ടിണി കിടക്കരുത്. എവിടെയെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസത്തിന്റെ വചനങ്ങളുമായി ഈ ദിവസം ചെല്ലാൻ നമുക്ക് കഴിയണം. ഇന്നലെ വരെ അകലം പാലിച്ചിരുന്ന കുടുംബക്കാരുമായി, അകലം പാലിച്ചിരുന്ന അയൽവാസികളുമായി സൗഹൃദമുണ്ടാക്കാനുള്ള അവസരങ്ങളാണിത്. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പാലം അങ്ങോട്ട് പണിതാൽ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ പാലം പണിതു തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരസ്പരമുള്ള സഹായ സഹകരണങ്ങളാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, മറ്റാർക്കും പകരം വെക്കാനില്ലാത്ത ഏറ്റവും വലിയ മാനവികതയുടെ സന്ദേശം എന്നത്. വിശുദ്ധ ഇസ്ലാം പറയുന്നത്, നമുക്ക് ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ, എനിക്കും നിങ്ങൾക്കും ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണം. എനിക്ക് വീട്ടിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ കുടുംബങ്ങൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക് വിഭവങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൊറ്റ വഴിയാണ് അവിടെയുള്ളത്. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. എൻ്റെ മുസ്ലിമായ കൂട്ടുകാരനെ ഞാൻ സഹായിച്ചു കൊണ്ടേയിരിക്കണം, അവന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാകും. അതുമാത്രമാണ് ഫോർമുല, അതുമാത്രമാണ് ദീൻ നമ്മളോട് പറയുന്നത്. ഞാൻ സ്വാർത്ഥതയുടെ ജീവിതം നയിക്കുന്നവന് ഈമാന്റെ മധുരം അനുഭവിക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഈമാൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം.
അത് ചില്ലറ കാര്യമല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ, എനിക്ക് മനോഹരമായ വീടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ, എൻ്റെ മക്കൾക്ക് നല്ല ഉദ്യോഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ, എനിക്ക് നിഅമത്തുകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കൂട്ടുകാരനും അതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ ലോകത്ത് കലഹങ്ങളില്ല, ലോകത്ത് പരസ്പരം പാരവെക്കലുകളില്ല, ലോകത്ത് ചൂഷണങ്ങൾ ഉണ്ടാകില്ല, ലോകത്ത് പരസ്പരം അക്രമങ്ങൾ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? മുഅ്മിനിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് അപരന്റെ ഇഷ്ടമാണ്. അപരന്റെ ഇഷ്ടം നിന്റെ ഈമാനിന്റെ അടയാളമാണ്, മാനദണ്ഡമാണെന്ന് പറയാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒരേ ഒരു ആശയം മാത്രമേ ലോകത്തുള്ളൂ. അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് മാത്രമാണ്, പരിശുദ്ധ ദീന് മാത്രമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപരനു വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സെക്കൻഡുകളാണ് എനിക്ക് വേണ്ടി അള്ളാഹു തആല വലിയ പ്രതിഫലങ്ങളായി നാളെ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ഭൗതിക ജീവിതത്തിൽ നമ്മളൊക്കെ സന്തോഷങ്ങൾ, സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ പരിസരത്തുള്ളവർ, നമ്മുടെ വിളിപ്പുറത്തുള്ളവർ പ്രയാസങ്ങളിലാണ്, പ്രതിസന്ധികളിലാണ്, പരിതസ്ഥിതികളിലാണ്. അവർക്ക് മുമ്പിലേക്ക് സഹായത്തിന്റെ ഒരു കൈനീട്ടവുമായി ചെന്നാൽ, അവർക്ക് മുമ്പിലേക്ക് സമാശ്വാസത്തിന്റെ ഒരു വാചകവുമായി ചെന്നാൽ, നാളെ അല്ലാഹു അവന്റെ കോടതിയിൽ ഞാൻ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അവൻ എന്നെ രക്ഷിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ നല്ല അവസരമേതാണ്? എനിക്കെന്റെ ഇബാദത്തുകൾ കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുമില്ല. ആഖിറത്തിന്റെ ഭീകരതകളിൽ നിന്ന്, അന്ത്യനാളിന്റെ കെടുതികളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ ഇബാദത്തുകൾ മതിയാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. അവിടെയാണ് എൻ്റെ ഹബീബ് എനിക്കൊരു മാർഗം പറഞ്ഞു നൽകുന്നത്. നിന്റെ കൂടെയുള്ള ബുദ്ധിമുട്ടുന്നവരെ നീ സഹായിച്ചു കൊള്ളുക, നിന്റെ കൂടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് തണലായി മാറുക. നീ അവർക്ക് തണലായാൽ നാളെ അല്ലാഹു നിനക്ക് തണലൊരുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയുന്നുണ്ട്, വമൻ സതറ മുസ്ലിമൻ, മുസ്ലിമിന്റെ ന്യൂനതകൾ പരസ്യങ്ങളാകുന്ന കാലമാണ്. ന്യൂനതകളും മറ്റുള്ളവന്റെ കുറവുകളും പറഞ്ഞു നടക്കൽ ഹരമാകുന്ന, ഹാസ്യമാകുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വമൻ സതറ മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകളെ നീ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ന്യൂനതകളെ അല്ലാഹു മറച്ചു വെക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ന്യൂനതകൾ നാളെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മുമ്പിൽ അല്ലാഹു തുറന്നു വെച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ പകൽ മാന്യതകളൊക്കെ തകർന്നു വീഴുന്ന ദിവസമാണ്, എല്ലാം തകർന്നൊലിക്കുന്ന ദിവസമാണ്. ഇവനായിരുന്നോ അത് എന്ന് ആളുകൾ അടക്കം പറയുന്ന ദിവസമാണ്. അല്ലാഹു നമ്മളെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ടില്ല എങ്കിൽ, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ന്യൂനതകൾ അല്ലാഹു നാളെ മറച്ചു വെച്ചിട്ടില്ല എങ്കിൽ അതിനേക്കാൾ വലിയ വഷളത്തരം എന്താണ്? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ന്യൂനതകൾ പടച്ച റബ്ബ് മറച്ചു വെക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നാട്ടിലുള്ളവരുടെ, കൂട്ടുകാരുടെ, പരിചയത്തിലുള്ളവരുടെ, ബന്ധപ്പെട്ടവരുടെ ന്യൂനതകൾ ഞാനും മറച്ചു വെക്കുക. ഞാൻ ന്യൂനതകൾ പ്രചരിപ്പിക്കുന്നവൻ ആകാതിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണങ്ങൾ നൽകേണ്ട, ദാനങ്ങൾ നൽകേണ്ട ദിവസമാണ്. മറ്റുള്ളവർക്ക് ഇഹ്സാൻ നൽകേണ്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ദാനമാണ്, അവൻ്റെ ഭിക്ഷയാണ്, അവൻ്റെ ഓശാരമാണ്, അവൻ്റെ ഔദാര്യമാണ്. അവൻ നമുക്ക് ഭിക്ഷയായി നൽകിയതുപോലെ അതുപോലെ നമുക്ക് നൽകാൻ കഴിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് എല്ലാം മറന്നു കൊടുക്കുക. എല്ലാം മറന്ന് അവൻ എന്നോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ഞാൻ നോക്കരുത്. ഇന്നത്തെ ഖുതുബയിൽ ഓതി കേൾപ്പിച്ച ആയത്തതാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സമ്പത്ത് നൽകി, സൗകര്യങ്ങൾ നൽകി, വിഭവങ്ങൾ നൽകി ആദരിച്ചവർ. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കറൻസി മാത്രമല്ല സമ്പത്ത്. എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്താണ്, എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്താണ്, എൻ്റെ നാവ് എൻ്റെ സമ്പത്താണ്, എൻ്റെ കയ്യിലുള്ള എല്ലാ വിഭവങ്ങളും എൻ്റെ സമ്പത്താണ്. മറ്റൊരു കൂട്ടുകാരൻ പ്രയാസപ്പെടുമ്പോൾ ശരീരം കൊണ്ട് ഞാൻ അവനെ സഹായിക്കുന്നത്, ഒരുപക്ഷെ എൻ്റെ കയ്യിൽ 1,00,000 രൂപ കൊടുക്കാനില്ലെങ്കിൽ ഞാൻ ഈ ശരീരം കൊണ്ട് നൽകുന്ന സഹായമാണ് അവിടുത്തെ സ്വതക്ക. എല്ലാത്തിനും സ്വതക്കയുണ്ട്. പുഞ്ചിരി പോലും സ്വതക്കയാണ്, പുഞ്ചിരി പോലും ദാനമാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് ധനമാണ്. സമ്പത്ത് മാത്രമല്ല ധനികന്റെ മാനദണ്ഡം. നമുക്കെല്ലാവർക്കും അല്ലാഹു ധനം നൽകിയിട്ടുണ്ട്. കണ്ണ് അല്ലാഹു നൽകിയ ധനമാണ്, എൻ്റെ ബുദ്ധി അല്ലാഹു നൽകിയ ധനമാണ്, എൻ്റെ ആരോഗ്യം അല്ലാഹു നൽകിയ
നൽകിയ ധനമാണ്. എല്ലാം അല്ലാഹുവിന് വേണ്ടി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ മുഹ്സിനീങ്ങളാവുകയാണ്. നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് പടച്ച റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എത്രമേൽ മൗഢ്യന്മാരാണ്. ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇബാദത്ത് സ്വീകരിക്കുമോ എന്നൊരു ഉറപ്പ് പോലുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടി നീക്കിവെക്കുന്ന സമയങ്ങൾ, സെക്കൻഡുകൾ, ആരോഗ്യങ്ങൾ, വിഭവങ്ങൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇത്രമേൽ വലിയ സൗകര്യങ്ങൾ നൽകിയിട്ട് അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ നമുക്ക് എങ്ങനെ സാധ്യമാകും? ഇഹ്സാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യത്തിൽ ഇഹ്സാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർക്ക് ഇഹ്സാൻ നൽകിയാൽ അല്ലാഹു നമുക്ക് ധാരാളമായി നന്മകളുടെ വാതിലുകൾ തുറന്നു തരും, ധാരാളമായി തുറന്നു തരും. ഇന്നത്തെ ഖുതുബയിൽ ഓതിയ ആയത്ത് പോലും അങ്ങനെയാണ്. വൽയഅഫു വൽയസ്ഫഹു. നിങ്ങൾ മാപ്പ് കൊടുക്കൂ, നിങ്ങൾ വിട്ടുകൊടുക്കൂ, മറന്നു കളയൂ. നിങ്ങളോട് മറ്റുള്ളവർ കാണിച്ച അരുതായ്മകൾ മറന്നു കളയൂ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വെക്കൂ. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവർ നൽകിയ സഹായങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക, അത് ഓർത്തു വെക്കുക. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വിഭവങ്ങൾ അർഹരായ ആളുകൾക്ക് കൊടുക്കാതിരിക്കരുത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഈ ആയത്ത് വരുന്നത്. തന്റെ മകളെപ്പറ്റി അപവാദം പറഞ്ഞ തന്റെ പെങ്ങളുടെ മകന് ഞാൻ ഇനി ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. സ്വന്തം മകളെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തിയ തന്റെ കുടുംബത്തിലെ ഒരു സഹോദരന് ഞാൻ ഇനി ധനം കൊടുക്കൂല എന്ന് പറയുന്നത്, സ്വതക്ക ചെയ്യൂല എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വാഭാവിക വികാരമാണ്. ആ വികാരത്തോടാണ് അല്ലാഹു സംവദിക്കുന്നത്. അത് നിങ്ങൾ പറയരുത്. വൽയഅഫു വൽയസ്ഫഹു. നിങ്ങൾ വിട്ടുകൊടുക്കുക. സ്വഫഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്ഫഹി സ്വഫഹൽ ജമീൽ. നിങ്ങൾ മനോഹരമായി വിട്ടുകൊടുക്കുക, മനോഹരമായി മാപ്പ് കൊടുക്കുക. എങ്ങനെയാണ് ഈ മനോഹരമായി മാപ്പ് കൊടുക്കൽ? സ്വഫഹ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മായ്ച്ചു കളയുക എന്നതാണ്. ഏതുപോലെ മായ്ച്ചു കളയണം? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന നിലക്ക് മായ്ച്ചു കളയണം. എന്നോട് മറ്റുള്ളവർ കാണിച്ച അപരാധങ്ങളെ, അവരെന്നോട് കാണിച്ച വേദനകളെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ മായ്ച്ചു കളയാൻ എനിക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ദിവസത്തിൽ നമ്മൾ പരമാവധി സ്വതക്കകൾ കൊണ്ട് വർദ്ധിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലും ബന്ധങ്ങളിലൊക്കെ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ അറിയാത്ത ആളുകൾ ഉണ്ടാകും. പ്രായം ചെന്ന ആളുകൾ, വല്യമ്മമാര്, വല്യപ്പമാര്, രോഗികളായ ആളുകൾ, അവർക്ക് നമ്മൾ പോയി പെരുന്നാളിന്റെ സന്തോഷം കൊടുക്കണം. അവർക്ക് ഇതുപോലെ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് വിശുദ്ധ റമദാൻ കഴിയുമ്പോൾ അവർക്ക് വിഷമമാണ്, തറാവീഹിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരോട് പോയിട്ട് പറയണം, നിങ്ങൾ ആരോഗ്യ സമയത്തു ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകും. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, സന്തോഷങ്ങൾ പകരണം. രോഗികളായ ആളുകൾക്ക് രോഗത്തിന്റെ വർത്തമാനങ്ങളല്ല കൊടുക്കേണ്ടത്, സന്തോഷത്തിന്റെ, സ്വബറിന്റെ, സിൽവാനിന്റെ, ജസാഇന്റെ, പ്രതിഫലത്തിന്റെ വർത്തമാനങ്ങൾ പറയണം. നിർധനരായ ആളുകൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കണം. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു കാരക്ക ചീള് കൊണ്ടായിരിക്കും അല്ലാഹു നമുക്ക് സ്വർഗം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഭൃത്യയായ ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട് ജോലിക്ക്. ആ ജോലിക്ക് ആ പെണ്ണ് കടന്നു വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവൾ മോശപ്പെട്ട പെണ്ണാണ്, സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണാണ്, അവളെ നിങ്ങൾ പറഞ്ഞയക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് യോജിച്ച പെണ്ണല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് അവളെ പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞു. അവൾക്ക് പോകുന്ന പോക്കിൽ ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞയച്ചു. ആ കാരക്കയുടെ കഷ്ണം കൊടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കാരക്ക തൊലിച്ച് വായിലേക്ക് ഇടാൻ നേരത്ത് വഴിയരികിൽ ദാനത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉമ്മയെയും കുട്ടിയെയും കണ്ടത്. എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ വായിലേക്ക് തൊലിച്ചു നീട്ടിയ ഈ കാരക്ക എടുത്തിട്ട് ആ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അവരുടെ മുഴുവൻ ദോഷവും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. തിരിച്ചു വരാൻ വേണ്ടി പറയൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുന്ന മറുപടി, യാ ആയിഷ ഇത്തഖിന്നാറ വലൗ ബിശിഖ്ഖി തംറ. ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തെ കാക്കാൻ നീ പരിശ്രമിച്ചോ. ഒരു കാരക്ക ചീളു മതി. ഒരുപക്ഷെ ഒരു കാരക്കച്ചീല് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കും. സമയത്തിനനുസരിച്ച്, നീയത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് വേണ്ടി മഗ്ഫിറത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹത്തിന്റെ, സമാശ്വാസത്തിന്റെ, മാനവികതയുടെ, കാരുണ്യത്തിന്റെ,
കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെ, സൗഹൃദങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ദിവസമാണിത്. ഈ ദിവസത്തിൽ അതിനുവേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് വലിയൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആലത്തിയൂരിലെ സൗഹൃദ പാലിയേറ്റീവ് സെന്ററിൻ്റെ ഒരു വിഭവ സമാഹരണം നമ്മുടെ പള്ളിയുടെ പുറത്ത് പള്ളിയിൽ നടക്കുന്നുണ്ടാകും. നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം നിർധനരായ രോഗികളായ ആളുകൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി കഴിയുന്ന രീതിയിൽ പരമാവധി ഹദിയകൾ നൽകി സഹായിക്കുക. അള്ളാഹു നമുക്ക് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ഈ വിശുദ്ധമായ ദിനത്തിൽ മഗ്ഫൂരിങ്ങളായി പടച്ചറബിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത എല്ലാ നന്മകളെയും ജീവിതത്തിൽ തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തഖ്വയുടെ, ഇഖ്ലാസിന്റെ, സബ്റിന്റെ, ഈമാനിന്റെ കരുത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. വാഹിറിലും ബാത്തിനിലും തഖ്വയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാന സമയം വരെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.